ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ച ചോദ്യമാണ്, അതായത് സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ, സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഏതാണ് വാങ്ങേണ്ടത്, ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു വിശദീകരണം നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, നമ്മൾ സാധാരണ മുഖത്തിന് മാത്രമാണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം, ഏതാണ് ഏറ്റവും നല്ല സൺസ്ക്രീനാണ്. ഇത് നിങ്ങൾ ചോദിച്ച് വാങ്ങുക കേട്ടോ. അപ്പോൾ ബെസ്റ്റ് സൺസ്ക്രീനാണ്. അപ്പം ഞാനത് പറയാം വഴിയേ. അപ്പോൾ ആദ്യം നമ്മൾ മുഖത്തിന് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ചൂട് കൂടി വരികയാണ്, സമ്മർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇന്ത്യയിലെ കാലാവസ്ഥ മുഴുവൻ മാറ്റങ്ങൾ വന്നു. ചൂട് ഒരുപാട് കൂടി തുടങ്ങി, 40 ഡിഗ്രിയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമ്മളുടെ ശരീരത്തിന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ മുഖത്തിനും ബോഡിക്കും എല്ലാം സൺസ്ക്രീനും അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് പറയുന്നതാണ്, ധാരാളം വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ വേഗം തന്നെ ചൂട് കാലം ആകുമ്പോൾ ഓരോ സീഡ്സ് പോലെയുള്ള മധുരം അടങ്ങിയ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ലത്, ഷുഗറൊന്നും കൂടാതെയൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് പച്ചവെള്ളം തന്നെ ഒരുപാട് കുടിക്കുക കേട്ടോ. ഒരുപാട് ഇടവിട്ട് പച്ചവെള്ളം തന്നെ, പ്ലെയിൻ വാട്ടർ തന്നെ ധാരാളം കുടിക്കുക. നിങ്ങൾ ആ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ തന്നെ ഒരുപാട് രക്തസമ്മർദ്ദം ഉണ്ടാവും, അതായത് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കത് അറിയാൻ പറ്റും. അപ്പം ഞാൻ കുടിക്കുന്നത് അതാണ്. ജ്യൂസുകളെക്കാളും കൂടുതൽ വെറുതെ പ്ലെയിൻ വാട്ടറാണ് ഇഷ്ടം പോലെ കുടിക്കുന്നത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ആദ്യത്തെ പോയിൻ്റാണ്. രണ്ടാമത്തത്, നിങ്ങൾ ഫ്രൂട്ട്സുകൾ, നിങ്ങൾക്ക് എന്താണോ വീട്ടിലുള്ള ഫ്രൂട്ട്സ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. മൈൽഡായിട്ടുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഒരുപാട് കഴിക്കുക. വാട്ടർ കണ്ടൻ്റ് അടങ്ങിയ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ യൂസ് ചെയ്യരുത്. കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ. കോട്ടൺ ചിലവർക്ക് ഇപ്പോൾ അലർജിയാണ് പറയുന്നത്. അപ്പോൾ റയോൺ പോലെയുള്ള നല്ല ചൂട് പുറത്തേക്ക് പോകുന്ന തുണികൾ, ഷോർട്ട്സ് പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യുക. അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ശരീരത്തിന് ഒരു ഉന്മേഷവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ചൂട് കാലത്ത് നമ്മൾ ഈ ചൂടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കും. ആൾക്കാരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമാണ്. ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും, കുട്ടികളോടും, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയോടും, അങ്ങനെ പല ഇതും വരും കേട്ടോ. അപ്പം നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാരും പറഞ്ഞു തന്നിട്ടുണ്ടായില്ല, ഞാൻ എടുത്ത് പറയുന്നതാണ്. അപ്പം നമ്മൾ ഈ ഈ ചൂട് കാലത്ത് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വസ്ത്രങ്ങളിൽ തന്നെ മാറ്റം വരുത്തിയാൽ തന്നെ ഒരുപാട് ഒരു ഹാപ്പി വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം, മുടി, ലേഡീസൊക്കെ ആണെങ്കിൽ മുടികളൊക്കെ ബാക്കിയുള്ളവർ നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ എന്ത് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുടികളൊക്കെ കെട്ടിവെക്കുക. അതായത് പോണി ടൈൽ പോലെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ച് ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിയർപ്പൊക്കെ ഒരു പരിധിവരെ തടയാം കേട്ടോ. ഇതൊക്കെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ശരീരത്തിന് വേണ്ട, അതുപോലെ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട് പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ചൂട് തരണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ തന്നെ ഇത്രയും നമുക്ക് ശരീരത്തിന് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മുഖത്താണ് ആദ്യം നോക്കുന്നത് അല്ലേ. ശരീരമൊക്കെ വിട്ട് കഴിഞ്ഞാൽ മുഖമാണ് നമ്മൾ നോക്കുന്നത്, മുഖവും ശരീരമൊക്കെ. അതിന് സൺസ്ക്രീൻ SPF എന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീം ചോദിച്ച് വാങ്ങുക വിപണിയിൽ. അതായത് SPF എന്ന് പറയുന്ന സൺ പ്രൊട്ടക്ഷൻ നിങ്ങൾ ചോദിച്ച് വാങ്ങുക കേട്ടോ. അത് വന്നിട്ട് വീട്ടിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഒരു 30% വരെ യൂസ് ചെയ്യാം. കുറച്ച് ഇത്ര. വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഒരു 50 ക്വാണ്ടിറ്റിയിൽ വരെ യൂസ് ചെയ്യുക. അതായത് 2 വിരലിൻ്റെ ഇത്രയും നീളത്തിലൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. മുഖത്തായാലും കയ്യിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് പിശുക്കി നിങ്ങൾ എടുക്കരുത്. മൂക്കിലെന്തോ പോയി. പിശുക്കി നിങ്ങൾ എടുക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ സൺ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല.
അപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുന്നവർ ഒരു 30% ക്വാണ്ടിറ്റിയോളം, അതായത് ഒരു വിരലിൻ്റെ എത്രയൊക്കെ മതിയാവും മുഖത്ത് മാത്രം, പിന്നെ ദേഹത്തൊക്കെ പുരട്ടുമ്പോൾ കുറച്ച് എടുത്താൽ മതി. അല്ല വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഒരു 50% ക്വാണ്ടിറ്റിയോളം എടുക്കണം. ഇത്രയും മുഖത്തെങ്കിലും പുരട്ടണം, ഇത്രയും 2 വിരലിൻ്റെ എത്രയും എടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണോ വെയിൽ കൊള്ളുന്നത് അവിടെയൊക്കെ പുരട്ടിയിട്ട് നിങ്ങൾ പോവുക. അതാണ് എൻ്റെ ഒരു കണക്ക്. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് UVA പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. ചിലവർക്കറിയാം, ചിലവർക്കറിയില്ല. അറിയുന്നവർ എന്നോട് ചോദിച്ചതാണ്. അതായത് ഇത് പറഞ്ഞിട്ട് ഞാൻ അത് പറഞ്ഞു തരാം. അതായത് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിൽ UVA പ്രൊട്ടക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങളത് അറിയാത്തവർ ചോദിച്ച് വാങ്ങുക. അതായത് ഈ UVA പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സൺസ്ക്രീനിൻ്റെ വെളിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മെൻഷൻ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഞാൻ പറഞ്ഞു തരാം. PA+, PA++, അതായത് PA+, PA++, PA+++, PA4+, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ചിലവർക്ക് അറിയാം, അറിയുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു. അറിയാത്തവർ ഇത് ശ്രദ്ധിക്കുക. അത് ആ സൺസ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ബാക്കിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ഏത് കാര്യം നിങ്ങൾ വാങ്ങുമ്പോഴും അത് നിങ്ങൾ റിവ്യൂ വായിച്ച് നോക്കിയിട്ട് വേണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വിപണിയിൽ നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. ഏതൊരു കാര്യമോ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മെൻഷൻ ചെയ്തിരിക്കുന്നവർ അറിയാത്തവരൊന്നും കൂടി പറയാം. PA+, PA+, PA++, PA+++, PA4+ എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും നമുക്ക് വേണ്ടത് PA+++ എന്ന് പറയുന്ന ആ മെൻഷൻ ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ് വാങ്ങേണ്ടത്. മനസ്സിലായില്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇതാണ് PA+++ എന്നുള്ളത് മെൻഷൻ ചെയ്തത് വാങ്ങുക. അതാണ് വേണ്ടത് കേട്ടോ. അതായത് ഇതുണ്ടെങ്കിൽ, ഈ PPP+ എന്നുള്ള ഇതുണ്ടെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളെ വലിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ബ്രോഡ് സൺസ്ക്രീൻ SPF പ്രൊട്ടക്ഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നതിൽ വേണ്ടത് PA++ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന വാങ്ങുക. അത് നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികളെ ഒരു വലിയ രീതിയിൽ നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് വാങ്ങുക. അപ്പോൾ ഇത് എന്നോട് കുറേ പേര് ഈ സൺസ്ക്രീൻ ഏതാ ഉപയോഗിക്കേണ്ടത്, നേരത്തെ ഉപയോഗിച്ചിട്ട് അത് ഏൽക്കുന്നില്ല എന്ന് ചിലവർ പറയുന്നത്. ചിലവരുടെ മുഖത്ത് കാര പോലെയൊക്കെ വന്നിട്ട് ഫോട്ടോ ഉണ്ട്, പക്ഷേ അവർ വീഡിയോയിൽ കണ്ടിട്ട് എന്തെങ്കിലും പറയും കേട്ടോ. എന്നിട്ട് കറ്റാർ വാഴയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ഈ SPF സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ എന്തായാലും നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ, SPF എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ശരീരത്തിന് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ഇത് കണ്ടിട്ട് അലോവേറ സോപ്പൊക്കെ തനിയെ ഉണ്ടാക്കി പറയുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും അല്ലാതെ പൾപ്പ് തേക്കുമ്പോഴും ഇതൊന്നും പോവില്ല കേട്ടോ. നിങ്ങൾ ഈ അലോവേറ പ്യുവറായിട്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലും ഇതിൽ വൈറ്റമിൻ C എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സമ്മർ സീസണിലൊക്കെ അല്ലാത്തപ്പോൾ നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും ഈ സമ്മർ സീസണിൽ ഇങ്ങനത്തെ സോപ്പ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ താഴെയോ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമ്മർ സീസണിൽ ഈ സോപ്പ്, ഈ ഫേസ് പാക്ക്, എൻ്റെ ആ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഫേസ് പാക്കൊക്കെ അടിപൊളിയാണ്. ടാനൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഹൈഡ്രേഷനിൽ നിന്ന് രക്ഷിക്കും നമ്മളെ. അപ്പോൾ ഈ ഫേസ് പാക്കും ഇത് 50 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് കൊറിയറായിട്ട് അയക്കുമ്പോൾ ഓരോ ഡിസ്റ്റൻസിനനുസരിച്ച് 30-40 രൂപയോ വരും കേട്ടോ. ഇതതുപോലെ 3 എണ്ണം ഉണ്ടാവും ഒരു ബോക്സിൽ. 150 രൂപയാണ്. ഡെലിവറി ചാർജ് ഫ്രീ ആണ്. ഇത് വന്നിട്ട് 50 രൂപയാണ് ഡെലിവറി ചാർജ് ചേർത്തിട്ട്. 30 രൂപയോ ഓരോ ജില്ലയുടെ ഇതനുസരിച്ച് മാറും കേട്ടോ. ഇത് ടാന് മാറാനും സമ്മർ സീസണിലൊക്കെ അടിപൊളിയാണ് കേട്ടോ.
ഇത് തന്നെ പലരും ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ വന്നില്ല എന്നാണ് പറയുന്നത്. ഇത് ബെസ്റ്റ് സോപ്പാണ്, ടാനൊക്കെ മാറും, നല്ല ബ്രൈറ്റ് ആകും. അതുപോലെ തന്നെ ഈ സോപ്പ് വെളുത്ത് ശുപ്പാണ്ടിയാകാൻ വേണ്ടിയിട്ടുള്ള സോപ്പാണ്. ശരീരം മുഴുവനും വെളുക്കും കേട്ടോ ഈ സോപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഈ എൻ്റെ ഈ പാക്കുകൾ എന്താ പറയുക, ഈ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വെളുക്കും, ബ്രൈറ്റ് ആകും. എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ വാങ്ങി നോക്കൂ. ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വാങ്ങിക്കും. കുട്ടികളും ജെൻസും ലേഡീസിനും ചെറിയ കുട്ടികളും അടക്കം എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമ്മർ സീസണിൽ ഇത് ബെസ്റ്റാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സൺസ്ക്രീൻ, അതുപോലെ എന്നോട് ചോദിച്ചതാണ് മേക്കപ്പിൻ്റെ കൂടെ, മേക്കപ്പ് അവർ ഇടാറുണ്ട്, മേക്കപ്പിൻ്റെ കൂടെ ഈ സൺസ്ക്രീൻ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാവോ എന്ന്. അങ്ങനെയല്ല, സൺസ്ക്രീൻ നിങ്ങൾ മേക്കപ്പ് ലൈറ്റായിട്ട് ഉപയോഗിക്കുക, മനസ്സിലായില്ലേ? ഈ സമ്മർ സീസണല്ലേ, ലൈറ്റായിട്ട് ഉപയോഗിക്കുക. മേക്കപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആ സൺ പ്രൊട്ടക്ഷൻ SPFൻ്റെ ഞാൻ പറഞ്ഞില്ലേ, SPFൻ്റെ ആ സൺ പ്രൊട്ടക്ഷൻ എന്തായാലും നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ നമ്മളുടെ ചൂടിന് ശരിക്കും വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പിൻ്റെ കട്ടിയൊക്കെ കുറയ്ക്കുക. മേക്കപ്പ് ഒഴിവാക്കാത്തവർ എന്താ പറയുക, ഈ സോപ്പുകളൊക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ്, ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഇടയ്ക്കും കൂടി 4 ദിവസമായിട്ടുള്ളൂ അവർ തനിയെ കറ്റാർവാഴ പൾപ്പ് തേച്ച് വർഷങ്ങളായി കേട്ടോ. ഇപ്പോൾ അവർക്ക് അലർജി, ഇവിടെയൊക്കെ കാര, നല്ല ഭംഗിയുണ്ട്, പക്ഷേ അവരുടെ മൊത്തം ഇങ്ങനെ കാരയാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട്, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അവരെയൊക്കെ കാണിച്ചപ്പോൾ ഇത് സൺസ്ക്രീനില്ല, ഇത് വെയിലിൻ്റെ ഇതിൽ വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും യൂട്യൂബിൽ വന്ന് കാണിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ, ഇപ്പം ഞാൻ തന്നെ സൺസ്ക്രീൻ അങ്ങനെ യൂസൊന്നും ചെയ്യാൻ വെളിയിലൊന്നും പോകാത്ത കാരണം, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഈ എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോ ലെങ്തായി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഇതൊന്നും വാങ്ങിയില്ലെങ്കിൽ ഞാൻ പറയുന്ന സൺ പ്രൊട്ടക്ഷൻ വാങ്ങി ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഞാനൊരു വേറൊരു വീഡിയോ ഇടാനിരുന്നതാണ്, പക്ഷേ ഇത് എന്നോട് 5 പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഒഴിവാക്കരുത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് വിശദീകരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.